ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടിന് ഞങ്ങൾ എന്ത് പേരിടും എന്ന് ആലോചിച്ചപ്പോൾ സ്വപ്നക്കൂട്, അതെ, എൻ്റെ അജിത്തിൻ്റെ സ്വപ്നം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്, ഒരു വീടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട് പണിയുടെ ഒരുപാട് അപ്ഡേഷൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് സമയപരിമിതിയും കാര്യങ്ങളും വരുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ലെങ്തി ആക്കാൻ പറ്റത്തില്ല. സോ ഇപ്പോൾ എല്ലാവരുടെയും കുറേ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ വിചാരിച്ചു യൂട്യൂബിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാവുന്ന. അപ്പോൾ നമ്മുടെ സ്വപ്നക്കൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് എവിടെയാണ് നമ്മൾ വീട് പണിയുന്ന സ്ഥലമെന്ന്. ഇത് കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ സ്ഥലം മേടിച്ചിരിക്കുന്നത്. സ്ഥലം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ വാങ്ങിച്ച ഒരു സ്ഥലമാണിത്. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 6-ാം മാസം നടന്ന ഒരു രജിസ്ട്രേഷനാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നത്. അങ്ങനെ സ്ഥലം മേടിച്ചിട്ട് എത്രയോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ സ്ഥലം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി തട്ടായിട്ട് പൊങ്ങി കിടക്കുന്ന ഒരു ഭൂമിയാണ്. അപ്പം നമ്മുടെ മുകളിൽ പ്ലോട്ടുണ്ട്, താഴെ പ്ലോട്ടുണ്ട്, താഴെയൊക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ സൈഡ് കെട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സൈഡ് ആദ്യം നമ്മൾ വൃത്തിക്ക് കല്ല് വെച്ച് നമ്മൾ കെട്ടി. അപ്പോൾ സൈഡ് കെട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർവെൽ അടിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പാറയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിൽ വേണം നമ്മൾ കിണർ കുത്തുവാണെങ്കിലോ ബോർവെൽ അടിക്കുവാണെങ്കിലോ ചെയ്യാൻ. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടത്തുള്ളൂ. പക്ഷെ കിട്ടുന്ന വെള്ളം നല്ല വെള്ളമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ കോട്ടയത്തുള്ള ബെസ്റ്റ് ബോർവെൽസ് എന്ന് പറയുന്ന ഒരാൾക്കാരെ കൊണ്ട് കുഴലടിപ്പിച്ചു. ഇതാണ് നമ്മുടെ ബോർവെൽ എന്ന് പറയുന്നത്. ഈ വീട്ടിലോട്ട് വേണ്ട ഇത്രയും വരെയുള്ള പണി, അതായത് വാർക്ക വരെയുള്ള ഫുൾ പണിയുടെയും വെള്ളം നമ്മൾ ഈ ബോർവെല്ലിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അത്രയ്ക്കും എന്താ പറയുന്നത്, ഇത്രയും വലിയൊരു വേനൽ സമയം മാർച്ച് മാസമായിട്ട് പോലും നിറച്ചും വെള്ളമുണ്ട്. ഇനി വീടിൻ്റെ പ്ലാനിനെ കുറിച്ച് ഞാൻ പറയാം. ഈ വീട് പണിയുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഞങ്ങളുടെ വീട് എന്തായിരിക്കണം എന്നുള്ളത് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. സ്ഥലം മേടിക്കുന്നതിന് മുന്നേ അതെ, സ്ഥലം മേടിക്കുന്നതിന് മുന്നേ തൊട്ടേ കുറേ ഐഡിയാസ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. ഇന്നത് വേണം, ഇന്നത് വേണ്ട, എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ മുക്കിലും മൂലയിലും എന്തൊക്കെ വരണമെന്നുള്ളത് അത്രയ്ക്കും വ്യക്തമായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. അതിനനുസരിച്ച് മാത്രമാണ് കേട്ടോ ഈ വീട് പണിതിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വീടിൻ്റെ പ്ലാൻ എന്ന് പറയാൻ വേറൊന്നുമല്ല, ഞങ്ങൾ വീടിൻ്റെ 3Dയും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ പണി തുടങ്ങിയത്. അത് വേറൊന്നുമല്ല, നമ്മുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും വീടിന് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായ ബോധത്തോടു കൂടി മാത്രമായിരിക്കണം ഒരാൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആളുകൾ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളിതെന്താ, കാരണം ഞങ്ങൾക്കിത് മതി, കാരണം ഞങ്ങളുടെ വീട്ടിൽ അത്രയും മെമ്പേഴ്സേ ഉള്ളൂ, പിന്നെ ഞങ്ങളുടെ ഇഷ്ടവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ ഒരു ഒറ്റ നിലയാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒരു കുറവും ഇതിൽ വരുത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര എന്താ പറയുന്ന ആർഭാടമായൊരു വീട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. മഴയൊക്കെ പെയ്താലും ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഇത് നോക്കിയാണ്ടല്ലോ ആ മഴയ്ക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ സൺസെറ്റും ഒക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ പ്ലോട്ട് ചുമ്മാ തരിശായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ വാങ്ങിച്ച് കുറച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ചൊരു മാവ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് വെള്ളം പോലും ഞങ്ങൾ ഇന്നേ വരെ കൈകൊണ്ട് ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇതേ നോക്കിയത് നല്ല അടിപൊളിയായിട്ട് തളർത്ത് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പം വീട് പണിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളും ആയിരിക്കും കേട്ടോ. കല്ലിടൽ തൊട്ടുള്ള ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിലെല്ലാം ഞാൻ ഏകദേശം എനിക്കൊന്നൊരു 4-5 പാർട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.